بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى أن نيتوടെ അള്ളാഹുവിന്റെ പള്ളിയിലുള്ള ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു ബൽഖ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയൊരു മഹാനാണ്. അങ്ങനെ അവരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വലിയ പ്രധാനിയായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, അവരെ സംബന്ധിച്ച് ഹാത്തിമുൽ അസം എന്നാണ് പറയാറുള്ളത്. വളരെ കുറഞ്ഞ സമയം മാത്രമേ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുള്ളൂ, അത്യാവശ്യം മാത്രമേ സംസാരിക്കൂ. അതുകൊണ്ടാണ് അവരെ പറ്റി അസം എന്ന് പറയാനുള്ള കാരണം. അപ്പോ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു ഷഖീഖുൽ ബൽഖി തങ്ങളുടെ 30 കൊല്ലത്തെ ശിഷ്യനാണ്. 30 കൊല്ലം കൂടെ നടന്ന ആളാണ്. ഫസഅലഹു യൗമൻ സാഹബ്തനി മുൻദു 30 സന മാ ഹസന ലക ഫീഹ. നിങ്ങൾ എൻ്റെ കൂടെ 30 കൊല്ലായി എൻ്റെ കൂടെ നിങ്ങൾ നടക്കുന്നു, സഞ്ചരിക്കുന്നു, സാഹസിക്കുന്നു. ഈ 30 കൊല്ലത്തിന്റെ ഇടയിൽ നിങ്ങൾക്കിപ്പോ എന്നിൽ നിന്ന് എന്ത് ലഭിച്ചു? എന്താ നിങ്ങൾക്ക് കിട്ടിയത്? അതൊരു ഉസ്താദ് തൻ്റെ ശിഷ്യനെ പരീക്ഷിക്കുക കൂടി ചെയ്യുകയാണ്. എന്ത് കിട്ടി നിങ്ങൾക്ക്? നമ്മൾ ഓരോരുത്തരും ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങളൊക്കെ വിചാരണ ചെയ്യപ്പെടും. വിചാരണ അതിന്ന് ആരും ഒഴിച്ചിലാവൂല. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ ഇന്ന് നമ്മുടെ സൂറത്തുൽ ഇൻസാനിൽ ഓതി. വലം കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളുണ്ട്, ഇടത്തെ കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളുണ്ട്. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി എന്ന് പറഞ്ഞു. ഫയുദ്ആ സുബൂറ, ഇടം കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ. കിതാബ് എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞത് മനുഷ്യന്റെ രോമക്കുത്തുകളൊക്കെ CCTV-കളാണെന്നാണ്. രോമക്കുത്തുകൾ രോമമുള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും കുത്തുകൾ ഉണ്ടാവും. രോമക്കുത്തുകളൊക്കെ CCTV-കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും രോമങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ അറിയാതെയാണല്ലോ CCTV-യിൽ നമ്മൾ പിടിക്കപ്പെടുക. അതേപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഫൗദിഅ അൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി ഫയഖൂലൂന യാ വൈലതന മാ ലിഹാദിൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. വലിയ ബേജാറുള്ളൊരു വാക്കാണ് അൽ-കഹ്ഫ് സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്. മനുഷ്യനിക്ക് അല്ലാഹു ഗ്രന്ഥം നൽകപ്പെടുമ്പോൾ ഇഖ്റ കിതാബക, നീ വായിച്ചോ, നീ നോക്ക്, നീ ചെയ്തതൊക്കെ അതിലുണ്ട്. ആ സമയത്ത് അവൻ പറയും മാലി ഹാദൽ കിതാബ്, എന്തൊരു കിതാബാണിത്, എന്തൊരു റെക്കോർഡിംഗ് സംവിധാനമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ, ഒരു ചെറിയ കുറ്റം പോലും ഇതൊന്നും പോയിട്ടില്ലല്ലോ, എല്ലാ കുറ്റങ്ങളും ഇതിലുണ്ടല്ലോ, എല്ലാ കുറ്റങ്ങളും വലിയതും ചെറിയതുമായ എല്ലാ കുറ്റങ്ങളും ഇതിലുണ്ടല്ലോ എന്ന് ആ ഗ്രന്ഥം നൽകപ്പെടുന്ന അവസരത്തിൽ മനുഷ്യന്മാര് പറയുമെന്ന് അൽ-കഹ്ഫ് സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില ആളുകൾക്ക്
അല്ലാഹു സുബ്ഹാനഹു തആല വലത്തെ കയ്യിൽ ഗ്രന്ഥം നൽകും. അങ്ങനത്തെ ആളുകളെ പറ്റി പറഞ്ഞു, ഫസൂഫ യുഹാസബു ഹിസാബൻ യസീറ, ഒരു ചെറിയ രൂപത്തിലുള്ള വിചാരണ അവൻ നേരിടേണ്ടി വരും. അവനും ഒരു ചെറിയ രൂപത്തിലുള്ള വിചാരണ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ പക്കൽ നിന്നുള്ള വിചാരണ നേരിട്ടാൽ ആരെങ്കിലും രക്ഷപ്പെടുമോ? അള്ളാന്റെ പക്കൽ നിന്നുള്ള വിചാരണ നേരിട്ടാൽ ആരെങ്കിലും രക്ഷപ്പെടുമോ? ആരെങ്കിലും വിചാരണയ്ക്ക് വിധേയനായാൽ ഓൻ നശിച്ചുപോയില്ലേ, പിന്നെ ഓനക്ക് രക്ഷപ്പെടാൻ സാധിക്കോ? എന്താണ് ഈ ഹിസാബ് യസീർ എന്ന് പറഞ്ഞാൽ? ഒരു ചെറിയ വിചാരണക്ക് അവൻ വിധേയനാകും എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, അതെ അറളാണ്. അറള് എന്ന് പറഞ്ഞാൽ വലങ്കയിൽ കിതാബ് നൽകപ്പെട്ട ആളുകൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുക, ജിന്നിന്നൊക്കെ ചെയ്തിക്കണം കേട്ടോ, പക്ഷെ ഞാൻ എന്നെ ശിക്ഷിക്കണില്ല, നീ ഇന്നതൊക്കെ ചെയ്തിക്കണ്, ഞാൻ ശിക്ഷിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും എന്നാണ്. അപ്പോ ഈ വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് വരാനുള്ളതാണ് എന്നതിൽ ഒരു തർക്കമില്ല. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. വിചാരണ ഉണ്ടാവും. മനുഷ്യൻ പ്രായപൂർത്തി എത്തിയത് മുഴുവനും, പ്രായപൂർത്തി എത്തിയതിനു ശേഷമുള്ള മുഴുവനും റെക്കോർഡ് ചെയ്യപ്പെടും. പ്രായപൂർത്തി എത്തിയത് മുതൽക്കുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടും. അതിലൊക്കെ വിചാരണയും നടക്കും. അതുകൊണ്ടാണ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ സ്വയം ഒരു വിചാരണയ്ക്ക് വിധേയരാവുക, സ്വയം ഒരു വിചാരണയ്ക്ക് വിധേയരാവുക. എൻ്റെ വയസ്സ് ഇത്രയൊക്കെ ആയല്ലോ, ഞാൻ എന്താ ചെയ്തത്? എൻ്റെ ഈ കാലയളവിൽ നിന്ന് എനിക്കെന്ത് ചെയ്യാൻ പറ്റി? ഈ സമയത്ത് ഞാൻ അങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ, ഈ സമയത്ത് അങ്ങ് ഇവിടെ പറഞ്ഞു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 2 ദിവസം മുമ്പ് എൻ്റെ അയൽപക്കത്തുള്ള എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് മരണം നടക്കുക. അപ്പൊ ഈ ആഴ്ച നടന്നു. നമ്മുടെ കമ്മിറ്റിയിലൊക്കെ ഒരുപാട് കാലം ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിയുടെ പേരക്കുട്ടി, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അടപ്പാളാണ്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. രാത്രി 2:30 മണിക്ക് പെട്ടെന്ന് വേദന ഇളകി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ്, 42 വയസ്സ്, എന്നെക്കാളൊക്കെ വളരെ ചെറുപ്പമാണ്, 42 വയസ്സാണ്, പെട്ടെന്ന് വേദന ഇളകി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു. അതോ എന്തൊരു പിന്നെ ശരീരം മുടുക്കുള്ള ആളാണ്, നല്ല ശരീരം മുടുക്കും, കണ്ടാൽ തന്നെ നല്ല ഒരു സൗന്ദര്യവും സുമുഖനും സുന്ദരനും ഒക്കെയാണ്. എന്താ ചെയ്യുന്നത്? 2:30 മണിക്ക് പെട്ടെന്ന് വരികയാണ്. ഇതൊക്കെയാണ് നമ്മളൊക്കെ അവസ്ഥ. അതുകൊണ്ടാണ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളൊക്കെ സ്വയം ഒരു വിചാരണയ്ക്ക് വിധേയരാകണം. എന്താണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല ആരോഗ്യം തന്നു, അള്ളാഹു വീട് തന്നു, അള്ളാഹു ശ്വസിക്കാൻ വായു തന്നു, ഭക്ഷണം തന്നു, ഞാൻ എന്ത് ചെയ്തു? എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചു? ഇതാണ് ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു ഹാത്തിമുൽ അസ്മ തങ്ങളോട് ചോദിച്ചത്. 30 കൊല്ലം എൻ്റെ കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഹസൽത്തു 8 ഫവായിദ മിനൽ ഇൽം വഹിയ തക്ഫീനി മിൻഹു, 8 കാര്യങ്ങൾ എനിക്ക് ലഭിച്ചു, പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ എനിക്ക് ലഭിച്ചു. അപ്പൊ ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് ഷഖീഖുൽ ബൽഖി ചോദിച്ചു, എന്താണത്? അതിൽ നിന്ന് ഒന്നാമത്തത്, അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്, എനിക്ക് 8 കാര്യങ്ങൾ ലഭിച്ചപ്പോ അതിൽ നിന്ന് ഒന്നാമത്തത് മഹാനവറുകൾ പറഞ്ഞു, നദർതു ഇലൽ ഖൽഖി ഫറഅയ്തു ലികുല്ലി വാഹിദിൻ മിൻഹും മഹ്ബൂബൻ വമഅശൂഖൻ യുഹിബ്ബുഹു. ഞാൻ ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റി ചിന്തിച്ചപ്പോ, ആളുകളെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ അവർ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്, അവർക്ക് വല്ലാതെ അടുപ്പമുള്ള ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഓരോരുത്തർക്കും അടുപ്പമുള്ളവർ ഓരോ കോലത്തിലായിരിക്കും, ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് ഓരോ കോലത്തിലായിരിക്കും. എല്ലാവർക്കും എല്ലാത്തിനോടും ഇഷ്ടമുണ്ടാവില്ല, എല്ലാവർക്കും എല്ലാത്തിനോടും അടുപ്പുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കുറെ അടുപ്പക്കാരും കുറെ ഇഷ്ടക്കാരും അവരിങ്ങനെ ബന്ധപ്പെട്ട് നടക്കുന്ന പലതും ഞാൻ കണ്ടു. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ബഅദു ദാലിക്കൽ മഹ്ബൂബി യുസാഹിബുഹു ഇലാ മറദിൽ മൗത്ത്. അവന്റെ ആ സ്നേഹിതന്മാർ, കൂട്ടുകാർ, അവൻ ബന്ധപ്പെടുന്നതൊക്കെ, അതിൽ നിന്ന് ചിലത് ഞാൻ നോക്കുമ്പോൾ അവൻ രോഗിയായി കിടക്കുന്നത് വരെ അതൊക്കെ ഉണ്ടാവും അവന്റെ കൂട്ടത്തിൽ. അവൻ രോഗിയായി കിടക്കുന്ന അതുവരേക്കുമാണ് അവന്റെ കൂടെ ഉണ്ടാവുക. രോഗിയായി കിടക്കുന്ന
വരേക്കും അവന്റെ കൂടെ ഉണ്ടാകുന്നത്, അവന്റെ സമ്പത്തുകൾ, ഇതൊക്കെ ആ സമ്പത്ത് കൊണ്ടുള്ള ഉപകാരങ്ങളും മറ്റുമൊക്കെ രോഗിയായി കിടക്കുന്നവരേക്കുണ്ടാവും അവന്റെ കൂട്ടത്തിൽ. അടുത്ത സുഹൃത്തുക്കള്, ഇങ്ങനെയുള്ള അവൻ സമ്പാദിച്ച സമ്പാദികൾ, കെട്ടിടങ്ങൾ, ഇതൊക്കെ പിന്നെ രോഗം പിടിച്ചു കഴിഞ്ഞാൽ അവനക്ക് അതേറ്റൊന്നും ബന്ധപ്പെടാൻ കഴിയില്ല. അവൻ വല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകളും അവന്റെ സ്ഥായിയായ വരുമാനങ്ങളും ഇതൊക്കെ തന്നെ അവനക്കതുമായുള്ള ബന്ധം അവൻ കടന്നുപോയാൽ അതൊക്കെ പോയി. അങ്ങനെ അവൻ ഇങ്ങനെ ബന്ധപ്പെടുന്ന ചിലതൊക്കെ ഞാനിങ്ങനെ നോക്കുമ്പോൾ മറദുൽ മൗത്ത് വരെ, അവന്റെ രോഗം വരെ അവന്റെ കൂടെ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അവരിൽ നിന്ന് ചിലർ ഇലാ ഷഫീരിൽ ഖബർ, ഖബറിന്റെ ആ അടുത്ത് വരേക്കുണ്ടാവും. ഖബറിന്റെ അടുത്ത് വരെ മയ്യത്ത് കട്ടിലിൽ മയ്യത്ത് വെച്ചിട്ട് ആ മയ്യത്ത് കട്ടിലുള്ള മയ്യത്തിന്റെ അവകാശം ഖബർ വരെ കൊണ്ടുവന്നാണ്. മയ്യത്ത് കട്ടിലിൽ നിന്നിട്ട് പിന്നീട് സ്ട്രെച്ചറിൽ എടുത്തിട്ടല്ല ഖബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. മയ്യത്ത് കട്ടിലിൽ വെച്ച മയ്യത്താണെങ്കിൽ, നേരെ മറിച്ച് ആംബുലൻസിൽ കൊടുന്നിട്ട് ആ സ്ട്രക്ചറിൽ എടുത്തിട്ട് മയ്യത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നിവൃത്തിയില്ല. മയ്യത്ത് കട്ടിലിൽ മയ്യത്തിനൊരു അവകാശമുണ്ട്. ആ അവകാശം ഖബർ വരെ കൊണ്ടുവന്നാണ്. അപ്പൊ മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ട് തന്നെ ഖബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഏതായിരുന്നാലും നമ്മുടെ ഇസ്ലാമിക നിയമപ്രകാരം മയ്യത്തിന് എപ്പോഴും ഒരു ഉയർന്ന സ്ഥലത്ത് കിടത്തണം. മയ്യത്തിന് നിലത്ത് കിടത്തുക എന്നുള്ളത് ഹിന്ദുക്കളുടെ ആചാരം. അവര് മയ്യത്തിന് നിലത്തെ കിടത്തുക, താഴത്തെ കിടത്തുക. നമ്മള് മരിച്ചു കഴിഞ്ഞാൽ ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു കട്ടിലിൽ കിടത്തണം. കട്ടിലിൽ കിടത്തി അങ്ങനെ ഒരു ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി പെരുമാറണം എന്നാണ് നമ്മുടെ ഇസ്ലാമിന്റെ നിയമം. അങ്ങനെയാണ്. അപ്പൊ ആ സ്ട്രക്ചറിൽ ഇങ്ങനെ കിടത്തുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ഇങ്ങനെ കാണാം, ഒരു അതവുകേടാണ്, ഒരു മര്യാദക്കേടാണ്. മയ്യത്തിനോട് കാണിക്കുന്ന ഒരു അനീതിയാണ് അങ്ങനെ കൊടുത്ത് കിടത്തുക. കട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് ബഹുമാനമുണ്ട്, ആദരവൊക്കെ ഉണ്ട്. അപ്പൊ മയ്യത്ത് കട്ടിലിൽ കൊടുന്ന മയ്യത്താണെങ്കിൽ ആ മയ്യത്തിനെ കട്ടിലിൽ കിടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണം. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ആ മയ്യത്തിന്റെ തലഭാഗം മുന്നിലേക്കായി, കാലുഭാഗം പിന്നിലേക്കായി, മയ്യത്തിന്റെ തലഭാഗം മുന്നിലേക്കായിട്ടാണ് മയ്യത്തിനെ കൊണ്ടുപോകേണ്ടത്. ഒരു തർക്കം ഇപ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ എവിടെ നടക്കുന്നുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ കാലാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്, വേറെ കൂട്ടർ പറഞ്ഞു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ തലയാണ് കൊണ്ടുപോകേണ്ടത്. എന്നിട്ട് അവിടുന്ന് വിളിച്ചു ചോദിച്ചിരുന്നു, അതിന് വല്ല കിതാബിൽ വല്ല ഉദ്ധരണുണ്ടോ, തലയാണോ കൊണ്ടുപോകേണ്ടത്, മുന്നിലേക്ക് വെക്കേണ്ടത്, കാലാണോ മുന്നിലേക്ക് വെക്കേണ്ടത്? കാരണം ഒരു മനുഷ്യൻ നടക്കുമ്പോൾ ആദ്യം കാലല്ലേ മുന്നിലേക്ക് വെക്കേണ്ടത്. അപ്പോ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ കാല് മുന്നിൽക്കായിട്ടല്ലേ കൊണ്ടുപോകേണ്ടത് എന്ന് ചിലർ. അപ്പൊ കിതാബിലുണ്ട്, ബുശ്റൽ കരീം പോലത്തെ അബ്ദുൽ ഹമീദ് ഷെർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ ആൾക്കാരോട് അവരൊക്കെ എഴുതിയിട്ടുണ്ട്, മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ തലയാണ് മുന്നിലേക്ക് പോകേണ്ടത്, തല മുന്നിലേക്ക് പോകണം, അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോ ആ നിലക്കാണ് കൊണ്ടുപോയിട്ട് ഖബറിന്റെ കാല് ഭാഗത്ത് ഈ തല വെക്കണം എന്നാണ്. മയ്യത്ത് കട്ടിലായിട്ട് കൊണ്ടുപോയിട്ട് മയ്യത്ത് കട്ടിന്റെ തലഭാഗം ഖബറിന്റെ കാലുഭാഗത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെ അങ്ങ് എടുക്കണം എന്നാണ്. അങ്ങനെ എടുക്കുമ്പോ തലഭാഗത്തേക്കായിട്ട് വരും. അങ്ങനെ എടുക്കണം എന്നാണ് സുന്നത്തായ രൂപം, അങ്ങനെയാണ്. അപ്പൊ അവകാശം അതുവരെ കൊണ്ട് അങ്ങനെ മയ്യത്തിനുണ്ട് എടുക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ കട്ടിലുണ്ട് വലിക്കണം. കട്ടിലുണ്ട് പുറകെ ഇട്ട് വലിച്ചാൽ എടുക്കാൻ എന്തായാലും നല്ല സുഖമായി. പ്രാക്ടീസുള്ള ആൾക്കാർക്ക് അത് വേഗം കഴിയും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഷഫീറുൽ ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖബറിന്റെ അതുവരേക്കുണ്ടാവും കുറെ ആൾക്കാർ അതുവരെ ഉണ്ടാവും. നമുക്കൊക്കെ അറിയാലോ, മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരു 90% ആൾക്കാരും പോയിട്ടുണ്ടാവും. ഒരു 10% ആൾക്കാരെ ഖബർ വരേക്കുണ്ടാവുള്ളൂ. ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഖബർ വരേക്കുണ്ടാവും. നമ്മളൊക്കെ കാണുന്നതാണ് തിരക്ക്, എല്ലാത്തിലും തിരക്ക് നമ്മൾ കാണുന്നതാണ്. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയാണ്, ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ അവൻ ബന്ധപ്പെട്ടത്, അവൻ അടുപ്പം കാണിച്ചത്, അവൻ സ്നേഹം കാണിച്ചത്, അവർക്ക് വേണ്ടി അവൻ വല്ലാതെ ബുദ്ധിമുട്ടിയവർ, ഇവരൊക്കെ കവിഞ്ഞാൽ ഇവര് ഖബറിന്റെ ആ തെല്ല് വരെ, അങ്ങനെ ഷഫീറുൽ ഖബർ, ആ ഖബറിന്റെ ആ തെല്ല് വരെ കാണുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തെ കാര്യം കാണുന്നില്ല. അവൻ ബന്ധപ്പെട്ട, സ്നേഹിക്കുന്ന, അവന്റെ സമയം ഉപയോഗപ്പെടുത്തുന്ന, അവന്റെ ചിന്ത ഉപയോഗപ്പെടുത്തുന്ന പലതും ഈ രണ്ട് രൂപത്തിലാണ് കാണുന്നത്.
ഒന്ന് രോഗിയായി കിടന്നാല് കുറെ അതോടുകൂടെ അവസാനിച്ചു. മറ്റൊന്ന് ഈ ഖബർ വരേക്കും, ഖബറിന്റെ ആ തെല്ല് വരേക്കും കുറെ ആൾക്കാർ അവിടെ. എന്നിട്ട് ثم يرجع الكل كله ويتركه فريدا وحيدا ولا يدخل معه في قبره منهم احد. ഉസ്താദേ, ഞാനിങ്ങനെ നോക്കുമ്പോ ആരും അവന്റെ കൂടെ ഖബറിൽ പോകുന്നില്ല, ഖബറിൽ ആരും കിടക്കുന്നില്ല. വയതുറുക്കുഹു വഹീദൻ ഫരീദ, ഓൻ ഒറ്റക്കാണ് അവിടെ ഖബറിൽ. സുബ്ഹാനല്ലാഹ്. ഫതഫക്കർതു, അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു. വഖുൽതു അഫ്ളലു മഹ്ബൂബിൽ മർഇ മാ യദ്ഖുലു മഅഹു ഫീ ഖബരിഹി വയുനിസുഹു ഫീഹി വയദ്ഫഉ വഹ്ശതഹു. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടതും അവൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും അവന്റെ സമയം കൂടുതൽ ഉപയോഗിക്കപ്പെടേണ്ടതും അവൻ ഖബറിൽ ഒറ്റക്കാവുമ്പോ അവിടെ അവനക്ക് കൂട്ടായിട്ട് എന്താ ഉണ്ടാവുക, അവിടെ അവന്റെ കൂടെ എന്താ ഉണ്ടാവുക, അതിനു വേണ്ടിയാണ് അവൻ കൂടുതൽ സമയം ചെലവിക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി. വലിയ ചിന്തനീയമായ ഒരു കാര്യമാണ് ഹാത്തിമുൽ അസ്മ തങ്ങൾ പറയുന്നത്. ആരും കൂടെ കാണുന്നില്ല, എല്ലാവരും പോവാണ്. ഒരു സലാമും ചൊല്ലിയിട്ട് ചിലർ സലാമും ചൊല്ലൂല, ഒരാണ്ട് പോകും. അങ്ങനെ പോകുന്ന അവസരത്തിൽ സലാം ചെല്ലണം എന്നാണ്. വേറെ ചില ആൾക്കാർ അങ്ങനെ പോകുമ്പോൾ ആ മീസാൻ കല്ലൊക്കെ ഒന്ന് തൊട്ടുങ്ങാണ്ട് അങ്ങനെ. അല്ലെങ്കിൽ ഈ മീസാൻ കല്ല് എവിടുന്ന് വന്നതാ, എന്തിനാണത് തൊടുന്നത്? അങ്ങനെ ഒരു വേണ്ടാത്ത പരിപാടി. ഈ വേണ്ടാത്ത പരിപാടികളൊക്കെ അങ്ങനെ വല്ലാതെ കൂടുകയാണ്. ആരെങ്കിലും ഒരാൾ കാട്ടുക, അത് എല്ലാവരും കാട്ടുക. അതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഉലമാക്കൾ അത് ചെയ്യുന്നുണ്ടോ? മഹാന്മാരത് ചെയ്യുന്നുണ്ടോ? അതിന് മഹാന്മാരുടെ കൂട്ടത്തിലും ഉലമാക്കളുടെ കൂട്ടത്തിലൊക്കെ അതൊക്കെ നടത്തിയെങ്കിലല്ലേ അത് അറിയുള്ളൂ. അവരെന്താ ചെയ്യുന്നത്, അവരെങ്ങനെ പെരുമാറുന്നത്, അതൊക്കെ അത് നോക്കണ്ടേ. അവരെങ്ങനെ പെരുമാറുന്നത്, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണ്ടേ. അപ്പോ ഈ മീസാൻ എന്നുള്ളത് തന്നെ ആ പദം തന്നെ ശരിയല്ല. മീസാൻ എന്ന് പറഞ്ഞാൽ എന്താ? ത്രാസ് എന്നല്ല അർത്ഥം, തുലാസ് എന്നല്ല അർത്ഥം. മീസാൻ എന്ന തുലാസ് നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കണല്ലേ. മീസാൻ, തുലാസ്, ത്രാസ്. വസൻ എന്ന് പറഞ്ഞാൽ തൂക്ക, മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കുന്ന ഒരു ആയുധം എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഒരു ഉപകരണം എന്നാണ് അതിന്റെ അർത്ഥം. ഈ കല്ലെങ്ങനെ തൂക്കണ കല്ലായി? അത് മീശാനാണ്. മീശാൻ കല്ല്, മീശാൻ എന്നുള്ള ഫാരിസി വാക്കാണ്. ഫാരിസി വാക്ക് കുറെ നമ്മുടെ പ്രയോഗങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ പ്രയോഗങ്ങളിൽ ഫാരിസി കുറെ കടന്നു വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ പഴയ കാലത്ത് ഗ്രന്ഥങ്ങൾ നല്ല ഫാരിസി ഭാഷയിലുണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആൾക്കാരുടെ ഗ്രന്ഥങ്ങളും ഫാരിസി ഭാഷയിലാണ്. ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ഫൗണ്ടർ മഹാനായ അല ഹസ്രത്ത് അബ്ദുൽ വഹാബ് ഹസ്രത്തിന്റെ നല്ലൊരു ശതമാനം ഗ്രന്ഥങ്ങളും ഫാരിസി ഭാഷയിലാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്നു. ഞാൻ ഫാരിസി പഠിച്ചിട്ടുണ്ട്. എനിക്കൊരു സെക്കൻഡ് റാങ്ക് ഉണ്ട് ഫാരിസിയിൽ. പക്ഷെ അതൊന്നും ഉപയോഗമില്ലാതായിപ്പോയി. ഫാരിസിയും ഉറുദു ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാര് അതിലൊക്കെ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ പ്രയോഗങ്ങളിലൊക്കെ വന്നു. നമ്മുടെ ഭാഷയിലും ഉപയോഗങ്ങളിലൊക്കെ ഈ ഫാരിസി വന്നപ്പോ ഫാരിസിയിൽപ്പെട്ട ഒരു പദമാണ് മീശാങ്കല്ലയിൽപ്പെട്ടതാണ്. ചീരിനി അതിൽപ്പെട്ടതാണ്. ചീരിനി എന്ന് പറഞ്ഞാൽ ഷീരാന്നി എന്നാണ്. ഷീരാന്നി പിന്നെ ഏതായി മാറിയതാണ്? ചീരിനിയായി മാറിയതാണ്. സെബീന അതിൽപ്പെട്ടതാണ്. സെബീന എന്ന് പറഞ്ഞാൽ ചെറിയ മൗലൂദി കിതാബിനൊക്കെ നമ്മൾ സെബീന, ചില ആൾക്കാർ സെഫീന ആക്കും. സെഫീന എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ്. അത് സെഫീന എന്നല്ല, അതേതാണ് സെബീനയാണ്. അതേപോലെ തന്നെ ബാങ്ക് അതിൽപ്പെട്ടതാണ്. ബാങ്ക് ഫാരിസി ബാങ്ക്, അത് ബാങ്കാക്കും ചില ആൾക്കാർ. അത് ബാങ്കൊന്നും ആക്കണം, അത് ബാങ്ക് തന്നെയാണ്. ബാങ്കേന്തറ എന്ന് പറഞ്ഞിട്ട് അല്ലാമ ഇഖ്ബാലിക്ക് ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്. അല്ലാമ ഇഖ്ബാൽ വലിയ കവിയായിരുന്നല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരിന്റെ ബാങ്കേന്തറ എന്നാണ്. ബാങ്ക് എന്ന് പറഞ്ഞ ശബ്ദം എന്നാണ് ഇതിനർത്ഥം. അപ്പോ അത് ബാങ്ക് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പദങ്ങൾ ഫാരിസിയിൽ നിന്നിട്ട് നമ്മുടെ ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ മീസാൻ കല്ല്. മീസാൻ അല്ലാതെ ഏതാണ്? മീശാനാണ്. മീശാൻ എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. നല്ല ഫിറ്റാണല്ലോ ആ അർത്ഥം. അടയാളത്തിന് വേണ്ടി വെക്കുന്ന ഒരു കല്ല് എന്നാണ് അതിനർത്ഥം. അടയാളത്തിന് വേണ്ടി വെക്കുന്ന ഒരു കല്ല് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കല്ല് അടയാളത്തിന് വേണ്ടിയിട്ട് വെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, അത് അക്കോലത്തിലുള്ള കല്ലൊക്കെ പിന്നീട് വന്നതാണ്. അത്രക്കും വലിപ്പമുള്ള കല്ലൊന്നും മക്കത്തോ മദീനത്തോ അങ്ങനത്തെ സ്ഥലത്തൊന്നും അങ്ങനത്തെ കല്ലൊന്നും കാണൂല. നിങ്ങൾ പൊന്നാനിയൊക്കെ ഒന്ന് പോയാൽ കാണി, ഓരോ മീശാൻ കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ പേടിച്ചു. ഒരു മനുഷ്യന്റെ അത്ര വലിപ്പം ഉണ്ടാവും. അത്രക്കും വലിയ വലിയ വലിപ്പമുള്ള കല്ലാണ് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്.
ഇപ്പൊ അത് ചെറുതായി 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 പോയെന്നേ ഉള്ളൂ. അപ്പൊ അതന്നെ പല സ്ഥലത്തും കല്ലുണ്ടാക്കുമ്പോൾ 2 കൊമ്പുണ്ടാവും. അങ്ങനെ 2 കൊമ്പുണ്ടാവും. അത് കല്ലുണ്ടാക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ നിശ്ചയുള്ളൂ. അതുകൊണ്ട് 2 കൊമ്പുണ്ടാക്കിയത്. 2 കൊമ്പുണ്ടാക്കിയിട്ടാണ് ഓലതൊക്കെ കൊമ്പുണ്ടാവും. മിമ്പറമ്മ വരെ ഉണ്ടാവും. മിമ്പറമ്മ ചുങ്കത്തെ മിമ്പറന്ന് പോയാക്കാണെങ്കിൽ ചുങ്കറത്ത് മിമ്പറിന്റെ പിന്നിൽ ഇതിന്റെ 2 കൊമ്പുണ്ടാവും. നടുവിൽ 2 കണ്ണാടി ഉണ്ടാവും. ആ കണ്ണാടി കണ്ണാണ്, കൊമ്പുമാണ്. അതുപോലെ ബിംബത്തിന്റെ ശൈലിയാണ്. അപ്പോൾ ആശാരിമാർക്ക് അത് അറിയുള്ളൂ. ആശാരിമാർക്ക് അങ്ങനെ ഉണ്ടാക്കുക. അവരങ്ങനെ ഉണ്ടാക്കിയതാണത്. അങ്ങനെ പഴയ മിമ്പറൊക്കെ പോയി നോക്കാണ് 2 കണ്ണുണ്ടാവും, 2 കൊമ്പുണ്ടാവും. അത് ഇവരുടെ പണിയാണ്. അതുപോലെ നമ്മളെ പറ്റിക്കാൻ ഉണ്ടാക്കിയൊന്നല്ല, ഓർക്ക് അതേ അറിയുള്ളൂ. അങ്ങനെ ചെയ്യുന്നതാണ്. അവർക്ക് അങ്ങനെ ഉണ്ടാക്കാനേ അറിയുള്ളൂ. അതുകൊണ്ട് പോലെ ഉണ്ടാക്കുന്നതാണ്. മീസാങ്കാലൊക്കെ പോയാൽ 2 കൊമ്പിന് 2 കൊമ്പിന്റെ ഒരു ആവശ്യം എന്താ? അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് നിശ്ചയമുള്ളൂ. അതുകൊണ്ടിട്ടാണ്. അതിനിപ്പോലെ ഉള്ളിൽ വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്ന് അറിയില്ല. വല്ല ബിംബങ്ങളുടെ കോല ഉണ്ടാക്കിയിട്ട് നമ്മളെ ബിംബാരകരാക്കാനുള്ള വല്ല ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്ന് അത് അറിയാൻ സാധിക്കൂല. ക്രിസ്ത്യാനികൾക്കുണ്ട്. അവിടെ കുരിശിന്റെ ആകൃതിയിൽ പലതും ഉണ്ടാക്കുന്ന ഒരു കോലുണ്ടോ, ഒരു കുരിശിന്റെ ആകൃതി നമ്മൾ അറിയാതെ അത് ധരിക്കും. അത് കുരിശായിട്ട് മാറും ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടി ഒരുക്കുണ്ട്. ഇത് അല്ലാഹു അഅലം. അതിങ്ങനെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ സിയാറത്ത് ചെയ്യുന്ന അവസരത്തില് അതിങ്ങനെ തൊടുക, അയിമ പിടിക്കുക, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് അയാൾ കീഴ്പ്പെട്ടില്ല. എത്രയോ താഴേലേക്ക് എടുക്കണത്. ഈ മീസാങ്കലിനും മൂപ്പരും കൂടി എന്താ ബന്ധം? യാതൊരു ബന്ധം. അയിമൊന്ന് പിടിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞ് അതെന്താ ബന്ധമുണ്ട്? അങ്ങനെ പൊട്ടന്മാരൊന്നല്ലല്ലോ നമ്മളെ ദീന അങ്ങനെ പൊട്ടംകളി കളിക്കാനുള്ളതൊന്നല്ലല്ലോ. അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആരെങ്കിലും എന്തെങ്കിലും കാട്ടണമെന്നും കാട്ടാനുള്ള ആൾക്കാരല്ല നമ്മൾ. എങ്ങനെയാണ് സിയാറത്തിന് നിൽക്കേണ്ടത്, എവിടെയാ നിൽക്കേണ്ടത്, എന്താ ചൊല്ലേണ്ടത്, അതൊക്കെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇല്ലാത്തതൊന്നും നമ്മൾ ചെയ്യേണ്ട. അത് വലിയ പ്രശ്നമാണ്. നമ്മുടെ ഉസ്താദുമാർ, പ്രത്യേകിച്ച് എൻ്റെ വാപ്പ എപ്പോഴും പറയാറുണ്ട്, ഇല്ലാത്തതൊന്നും ഉണ്ടാക്കരുത് കേട്ടോ, ഇല്ലാത്തതൊന്നും ഉണ്ടാക്കരുത്. അള്ളാന്റെ ദീനൊക്കെ അവിടെ പൂർത്തിയാണ്. ആ പൂർത്തിയാവുമ്പോൾ അതിൽ പിന്നെ നമ്മളൊന്ന് പ്രത്യേകമായ ഒന്നെന്തിനാ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ പറഞ്ഞു വരുന്നത്, ഖബറിനെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞതാണ്. മഹാനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു ഉസ്താദിനോട് പറയാണ്, ഉസ്താദെ 30 കൊല്ലം ഞാൻ നിങ്ങളെ കൂടെ നിന്നിട്ട് എനിക്ക് കിട്ടിയത് പ്രധാനമായും എനിക്ക് 8 കാര്യങ്ങൾ കിട്ടിയതിൽ ഒന്ന് ഇതാണ്. ഇത് വളരെ ചിന്തനീയാണ്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമയങ്ങൾ, വലിയ വലിയ ആൾക്കാരെ പറ്റിയൊക്കെ നോക്കുമ്പോൾ ഓരോരോ സമയങ്ങളെ പറ്റി വലിയ ബോധവാന്മാരായിരിക്കും. അവരുടെ സമയത്തെ പറ്റി ബോധവാന്മാരായിരിക്കും. കാരണം ഈ സമയമാണ് നമ്മുടെ മുതൽ മുടക്കാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നൊക്കെ കച്ചവടമൊക്കെ നഷ്ടത്തിലായില്ലേ? ഈ സമയമാണ് നമ്മുടെ മുതൽ മുടക്ക്. അത് ആവശ്യമില്ലാതെ ചെലവാക്കി കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയി. നമുക്കാരാ ഉണ്ടാവുക? നമ്മൾ ഈ ബന്ധപ്പെടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ ആയത്തുൽ അസ്മ തങ്ങൾ പറഞ്ഞ മാതിരി കുറെ ഈ രോഗം പിടിച്ചു കിടക്കുന്നത് വരെ ഉണ്ടാവും. പിന്നെ കുറെ ഈ ഖബറിന്റെ അടുത്ത് വരേക്കും ഉണ്ടാവും. ആരും ഖബറിന്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. എല്ലാരും പെട്ടെന്ന് പോവാണ്. ഇത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ മനസ്സിലാക്കി, അഫ്ളൽ മഹ്ബൂബിൽ മർഇ മാ യദ്ഖുലു മഅഹു ഫീ ഖബ്രിഹി വയുഅന്നിസുഹു ഫീഹി വയദ്ഫഉ വഹ്ശതഹു ഫീമാ വജദ്തഹു മിനൽ അഅമാലി സ്വാലിഹ. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടതും അവൻ സ്നേഹിക്കേണ്ടതും അവന്റെ മനസ്സ് ഉപയോഗപ്പെടുത്തേണ്ടതും അവന്റെ അധ്വാനവും ഒക്കെ അവന്റെ കൂടെ ഖബറിൽ എന്തെങ്കിലും ഉണ്ടാവോ അതിനു വേണ്ടിയാണ്. അവൻക്ക് ഖബറിൽ ഒരു നേരം പോക്കായി, ഖബറിൽ ഒരു ആശ്വാസമായി, ഒറ്റക്കല്ലാതെ കൂട്ടിന് ഒരാളായി. ഖബറിൽ കൂട്ടിന് ആളുണ്ടാവും. ഹദീസിൽ വന്നിട്ടുണ്ട്, ഖബറിൽ കൂട്ടിന് ആളുണ്ടാവും. മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോയി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളിങ്ങനെ ഖബറിലേക്ക് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ വന്നിട്ടുണ്ട്, നല്ല ചുരുക്കുള്ള ഒരാൾ ഖബറിലേക്ക് കടന്നു വരും. അപ്പൊ ഇവൻ അത്ഭുതത്തോട് കൂടെ ചോദിക്കും, നീ ആരാണ്? ഇവന്റെ ഖബർക്ക് വന്നിക്കുന്നത് ആരാ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, ഞാൻ എന്റെ അഅ്മാലു സ്വാലിഹാണ്. ആ അഅ്മാലു സ്വാലിഹിന്റെ പവർ എത്ര ഉണ്ടോ ആ രൂപത്തിലായിരിക്കും ഈ വരുന്ന ആള്. എത്ര നല്ല പവറുള്ള ആളാണെങ്കിൽ, നല്ല പവറുള്ള അഅ്മാലു സ്വാലിഹ, നല്ല സ്വാലിഹായ അമല് കൂടുതലുണ്ടെങ്കിൽ ഈ വരുന്ന ആൾ അത്രക്ക് ഉഷാറുണ്ടാവും. അവന്റെ അഅ്മാലു സ്വാലിഹിന്റെ പവർ അനുസരിച്ച് ഈ വരുന്ന ആളുണ്ടാകും എന്ന് ഹദീസിലുണ്ട്. അത് മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം പോയ ഉടനെ തന്നെ വരുന്നതാണ്. അല്ലാഹു ആലം ആ വരൽ എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കൂല. അപ്പൊ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഖബറിൽ അവന്റെ കൂടെ സ്വാലിഹായ അമലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവൂല. അത് വലിയ സത്യമാണ്. നമ്മളൊക്കെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യവുമാണ്. പ്രത്യേകിച്ച് 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു അവസരമാണ്.
അത് ഒന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ആർക്കും നേരം ഉണ്ടാവില്ല, ഒന്നിനും സമയം ഉണ്ടാവില്ല. ഒക്കെ ഒരു കാട്ടിക്കൂട്ടലുകൾ, എല്ലാം കാട്ടിക്കൂട്ടലുകൾ, എല്ലാം പൊങ്ങച്ചങ്ങൾ. 99.4% പൊങ്ങച്ചങ്ങൾ. ആർക്ക് വേണ്ടിക്കേ കാട്ടിക്കൂട്ടുക. കാട്ടിക്കൂട്ടുക എന്ന് മാത്രമല്ല, ഒക്കെ ഇതിങ്ങനെ എടുത്തുകാണ്ട് ഇങ്ങനെ ദുനിയാവ് ഒന്നായിട്ട് കൂട്ടുക. ഇതന്നെ ഇപ്പൊ പരിപാടി. അതൊരു പ്രധാനപ്പെട്ട കല്യാണത്തിനൊക്കെ ഈ ഷൂട്ടിങ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാനിപ്പോ ഈ പള്ളിക്കൽ ഇങ്ങനെ മൂലക്കൽ കുത്തിരിക്കല്ലേ, നമുക്കിപ്പോ കൂടുതൽ വിവരങ്ങളൊന്നും ആരെങ്കിലും വന്ന് പറഞ്ഞാൽ കേൾക്കുന്നല്ലാതെ ആരും വരരുത് എന്ന് എന്റെ മനസ്സിലപ്പോൾ ഉണ്ടാകും. ആരും വരരുത്, വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നേരം പോകും. വന്നാലും സംസാരിക്കുന്നല്ലാതെ. അപ്പോൾ ഒരാൾ വന്നപ്പോൾ പറഞ്ഞു, ഉസ്താദ് ഞാൻ അങ്ങോട്ട് വരുമ്പോ ഒരു വിവാഹ പാർട്ടി ഉണ്ട് ഒരു പെരയിൽ. ഇപ്പൊ ഇവിടെ ഒരു പെര പറഞ്ഞു, ഏതൊരു വീട്, ആ വീട്ടിൽ നല്ല പുതിയ വീടാണ്, നല്ല മതിലും പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ പൂന്തോട്ടത്തിൽ ഈ പെൺകുട്ടിനെ കൊടുങ്ങാണ്ട് എന്ത് ചെയ്യണം, ഫോട്ടോ എടുക്കാതെ. അവിടെ എന്താ മറ്റൊരു ആൾക്കാരെ പെരയെ കൊടുങ്ങാണ്ട് പൂന്തോട്ടത്തിൽ ഫോട്ടോ. ഞാൻ പതിയെ കേൾക്കണം. ഇപ്പൊ ഉസ്താദ് ഇതൊക്കെ സർവ്വസാധാരണ, ഇതൊക്കെ സർവ്വസാധാരണ. അപ്പൊ മറ്റുള്ള ആൾക്കാരെ പൂന്തോട്ടം അവര് സമ്മതിക്കുക, അവർ സമ്മതിക്കാതെ. കാരണം അവരുടെ ആ പൂന്തോട്ടമൊക്കെ ദുനിയാവ് ഒന്നായിട്ട് കാണില്ലേ, ഒരു സമ്മതിക്കും. അപ്പൊ കുട്ടിനെ കൊണ്ട് ഒരു ഡ്രസ്സ് ഇടിപ്പിച്ച്, പിന്നെ ആ ഡ്രസ്സ് അഴിപ്പിച്ചിട്ട് വേറെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട്, അത് ഞാൻ പറഞ്ഞ എന്തിനാണ് അതിങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് അതങ്ങനെ ഷൂട്ടിങ് എടുത്തിട്ട് എല്ലായിടത്തും എത്താൻ. ഇപ്പൊ ലക്ഷ്യപ്പതാണ് എല്ലായിടത്തും എത്തുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒക്കെ കാട്ടിക്കൂട്ടി ആർക്ക് വേണ്ടി ചെയ്യുന്നു, ആർക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത്? സ്വയം ഒന്ന് ചിന്തിക്കേണ്ട. ഇത് മഹാനായ ഗസാലി ഇമാമ് പറഞ്ഞുതരാം നമുക്ക്. ഗസാലി ഇമാമ് പറഞ്ഞു, 30 കൊല്ലം ഷഖീഖുൽ ബൽഖി എന്ന വലിയ സൂഫിയായ വലിയ ഔലിയാക്കന്മാർ കൂട്ടപ്പെട്ട മഹാനവരുടെ കൂടെ നടന്ന ഹാത്തിമുൽ അസ്മ തങ്ങൾക്ക് 30 കൊല്ലത്തിന്റെ ഇടയിൽ കിട്ടിയ 8 പ്രധാന വിജ്ഞാനങ്ങളിൽ ആദ്യം ഇതാ പറഞ്ഞത്. ആദ്യം ഇതാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ, ഒരു മനുഷ്യൻ ഭൂമിന്റെ മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൂമിന്റെ ഉള്ളിൽ ജീവിക്കണം. അവിടെ ഒറ്റക്കാണ്. ഈ മഴവെള്ളമൊക്കെ അങ്ങോട്ട് എത്തുവോ? ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങളുടെ ഖബറിലേക്ക് അതൊന്നും എത്തൂല. അള്ളാഹു അത് അതിനെത്തൊട്ടൊക്കെ സംരക്ഷണം നൽകും, അതൊന്നും അങ്ങോട്ട് എത്തൂല. ഒരു കഫംപുടക്ക് ഒരു തകരാറ് പോലും സംഭവിക്കൂല. ഒരു ഉറുമ്പ് പോലും കഫംപുടന്റെ മേളിൽ എത്തൂല. അങ്ങനെ അള്ളാഹു സംരക്ഷിക്കും. അള്ളാഹു കൂട്ടത്തിന് നമ്മളെയും പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണം നൽകും. അള്ളാഹുക്ക് നിനക്ക് കഴിയല്ലോ, ജല്ല ജലാലുവായ അള്ളാഹുവിന് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോ മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ പറയാണ്, ഉസ്താദേ, അതുകൊണ്ട് فأخذتها محبوبة لي لتكون لي سراجا في قبري تؤنسني فيه ولا تتركني فريدا وحيدا. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ കൂടുതൽ പരിചയക്കാരെയോ കൂട്ടുകാരെയോ എൻ്റെ മനസ്സ് കൂടുതൽ ബന്ധപ്പെടുന്ന ആരെയും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയില്ല. ഞാൻ സ്വാലിഹായ അമലിയിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ സ്വാലിഹായ അമലുകൾ, അള്ളാഹ് സ്വീകരിക്കുന്ന അമലുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അതുമായി ഞാൻ ശ്രമിച്ചിട്ട് ഞാൻ അതുമായിട്ട് ഇങ്ങനെ കൂടി. കാരണം അതാണ് എനിക്ക് ഖബറിൽ സിറാജായി, ഒരു പ്രകാശമായി എനിക്ക് ഖബറിൽ ഉപകാരപ്പെടുന്നത്. അതാണ്. വേറെ ആരും എൻ്റെ ഖബർക്ക് വരൂല, ആർക്കും വരാൻ കഴിയൂല. ഈ വരാൻ കഴിയുന്ന ഒരു സാധനം ഈ സ്വാലിഹായ അമലുകളാണ്. അത് മനുഷ്യന്റെ രൂപം അള്ളാഹു കൊടുക്കുന്ന ആ സ്വാലിഹായ അമലുകൾക്ക് മനുഷ്യന്റെ രൂപം കൊടുത്തിട്ട് അത് ഖിയാമത്ത് നാൾ വരേക്കും കൂടെ ഉണ്ടാവും, ഖബറിൽ കൂടെ ഉണ്ടാവും. അപ്പൊ ഒരു ഏകാന്തത, ഒരു പ്രയാസം, മാനസികമായ പ്രയാസം, ഏകാന്തത എന്നത് അവനക്ക് ഉണ്ടാവൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാക്കുമെന്നാണ് മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങള് ഷഖീഖുൽ ബൽഖി തങ്ങളോട് പറഞ്ഞത്. അത് സത്യവുമാണ്. അത് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. എല്ലായിടത്തും പറഞ്ഞത് അങ്ങനെ. വിശ്വസിക്കുകയും സൽക്രമം ചെയ്യുകയും ചെയ്ത ആൾക്കാർ, വിശ്വസിക്കുകയും സൽക്രമം ചെയ്യുകയും ചെയ്ത ആൾക്കാർ. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ സ്വാലിഹായ അമൽ ചെയ്യാൻ മനസ്സിൽ നിന്നൊരു പ്രചോദനം വരും, അതിന് താല്പര്യം വരും. നിസ്കരിക്കാനൊക്കെ നല്ല താല്പര്യം വരും. ഇപ്പൊ ഇവിടുന്ന് പോയാൽ ഇപ്പൊ വഹന്റെ സമയം എപ്പോഴാണ്, നിസ്കരിക്കണമല്ലോ, അൽക്കഫ് ഓതണല്ലോ, മറ്റു സൂറത്ത് സയ്യിദ, സബുൽ മുൻജിയാത്ത്, സബുൽ മുഹ്ലിക്കാത്ത്, ഇതൊക്കെ ഓതണല്ലോ എന്നുള്ള ഒരു മനസ്സിൽ നിന്നുള്ള ഒരു വിളിയാണ്, മനസ്സിൽ നിന്നുള്ള ഒരു നിർദ്ദേശം. ആ നിർദ്ദേശം വരണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഹാത്തിമുൽ അസ്മ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഷഖീഖുൽ ബൽഖി തങ്ങളെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹായ അമലുകളിൽ കൂടുതൽ സമയം ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ വസിയ്യത്ത് എന്ന് പറയും. ഈ വസിയ്യത്ത് എന്നുള്ള അറബി പദം തന്നെയാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മലയാളത്തിലും കുറെ അറബി പദങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്, ധാരാളം അറബി പദങ്ങൾ. അതിൽപ്പെട്ടാണ് വസിയ്യത്ത്. വസിയ്യത്തിന് വസിയ്യത്ത് എന്ന് തന്നെ പറയാം. വക്കീൽ, വക്കീൽ തന്നെയാണ് മലയാളത്തിലും പറയാം. അതൊക്കെ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് പോകുന്ന തഹസിൽദാർ,
ദാർ എന്ന് പറഞ്ഞ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞൂടെ, ദാർ എന്ന് പറഞ്ഞ വീട് എന്നാണ്. അത് മറ്റ് തെഹ്സീലാണ്. തഹ്സീൽദാർ എന്നുള്ള ആ തഹ്സീൽദാർ എന്നുള്ള അറബി പദമാണ് പിന്നെ മലയാളത്തിലേക്ക് കടന്നിട്ട് താസിൽദാറായി മാറിയത്. അങ്ങനെയാണ്. അങ്ങനെ കുറെ അൽഫാദുകൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട കോർട്ടുമായി ബന്ധപ്പെട്ട പലതും അറബിയിൽ നിന്നിട്ട് മലയാളത്തിലേക്ക് കടന്നിട്ടുണ്ട്. മുൻസിഫ് കോടതി എന്ന് പറയുന്നത് അറബിയാണ്. മുൻസിഫ് ഇസ്മുഫായിലാണ്. അൻസുഫ്, ഇൻസുഫ്, ഇൻസാവും മുൻസിഫ്. മുൻസിഫ് കോടതി, മുൻസിഫ് എന്നുള്ളത് അറബി പദമാണ്. അത് അറബിയിൽ നിന്നിട്ട് മലയാളത്തിലേക്ക് കടന്നു വന്നതാണ്. അതേമാതിരി വസിയത്ത് എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയല്. അപ്പോ വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വസിയത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ മരണാസന്നനായി കിടക്കുമ്പോൾ, മരണവുമായി ബന്ധപ്പെട്ട രോഗിയായി കിടക്കുമ്പോൾ, എൻ്റെ സമ്പത്തിൽ നിന്ന് കുറച്ച് പള്ളിക്ക് കൊടുക്കണം, എൻ്റെ സമ്പത്തിൽ നിന്ന് മദ്രസക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വസിയത്താവും. അതേപോലെ എൻ്റെ മരണശേഷം എന്ന് എപ്പോൾ പറഞ്ഞാലും അത് വസിയത്താവും. അത് പിന്നെ 15 വയസ്സ് ആയതിന്റെ ശേഷം ഏത് സമയത്തും എൻ്റെ മരണശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ മരണശേഷം ഈ പറമ്പ് അത് പള്ളിക്ക് കൊടുക്കണം, എൻ്റെ മരണശേഷം ഈ പറമ്പ് ഇന്നാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വസിയത്ത്. ഈ രണ്ട് നിബന്ധന പ്രകാരം നീക്കി വെക്കുന്നതേ വസിയത്താവുള്ളൂ. ആ വസിയത്ത് നടപ്പാക്കും വേണം. വസിയത്ത് ഉണ്ടെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കിയതിന് ശേഷമേ മുതല് അനന്തരാവകാശികൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മുതല് അനന്തരാവകാശികൾക്ക് ഉപയോഗിക്കണമെങ്കിൽ വസിയത്ത് ഉണ്ടെങ്കിൽ വസിയത്ത് നടപ്പാക്കണം. നടപ്പാക്കാൻ പറ്റാവുന്ന വസിയത്തെ നടപ്പാക്കേണ്ടതുള്ളൂ. എന്റെ മയ്യത്ത് അത് കോഴിക്കോട് കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുന്ന ഒരാൾ വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് നടപ്പാക്കേണ്ടതല്ല. അത് നടപ്പാക്കേണ്ടത് വസിയത്തല്ല. കാരണം അത് ശറഈന് വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. ഒരാൾ മരിച്ചാൽ അയാളെ മറവ് ചെയ്യേണ്ടത് അയാളെ മരിച്ച സ്ഥലത്താണ്. അതിന് വിരുദ്ധമായിട്ട് അവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാലൊന്നും അത് നടപ്പാക്കേണ്ട ആവശ്യമില്ല. അത് നടപ്പാക്കേണ്ട ഒരു കാര്യമല്ല. നടപ്പാക്കേണ്ടതല്ലാത്ത വസിയത്തുകളുണ്ട്, നടപ്പാക്കൽ നിർബന്ധമായ വസിയത്തുകളുണ്ട്. അപ്പോ ഇങ്ങനെ വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് നടപ്പാക്കേണ്ടത് അവന്റെ മൊത്തം മുതലിലെ 1/3 നിന്ന് നടപ്പാക്കേണ്ടതുള്ളൂ. മൊത്തം മുതലിലെ 1/3 നടപ്പാക്കേണ്ടത്. ഇപ്പൊ ഒരാൾക്ക് 1 ലക്ഷം രൂപയുടെ കയ്യിലുണ്ട്, ആകെയുള്ളത് 1 ലക്ഷം രൂപയാണ്. ആ രൂപയിൽ നിന്നിട്ട് അയാള് ഒരു 50,000 രൂപ പള്ളിക്ക് കൊടുക്കണം എന്ന് മരണസമയത്ത് പറഞ്ഞാൽ ആ 50,000 രൂപയും കൊടുക്കേണ്ടതില്ല. അതിന് 1 ലക്ഷത്തിന്റെ 1/3 കൊടുക്കേണ്ടതുള്ളൂ. 30,000 സംതിങ് 30,000 ചില്ലായിരം രൂപ കൊടുക്കേണ്ടതുള്ളൂ. എത്ര വസിയത്ത് ചെയ്താലും മൊത്തം സമ്പത്തിലെ 1/3 നിന്നിട്ടേ അത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. കാരണം 2/3 അനന്തരാവകാശികൾക്ക് കൊടുക്കണം. മുഴുവൻ സ്വത്ത് അവൻ ഇങ്ങനെ സദക്ക ചെയ്താൽ പിന്നെ അനന്തരാവകാശികൾക്ക് എന്താ ഉണ്ടാവുക? പോലെ ഇറക്കേണ്ടി വരൂലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വസിയത്ത് 1/3 നിന്നിട്ട് മാത്രമേ വസിയത്ത് നടപ്പാക്കിലേണ്ടതുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുള്ളത്, സാധാരണ ആൾക്കാർ പറയാറുണ്ട്, ഈ പെര ഇതിന്റെ മരണശേഷം എന്റെ ചെറിയ കുട്ടിക്കാണ്, മറ്റവൻക്കാണ്, എന്റെ ചെറിയ കുട്ടിക്കാണ്, അല്ലെങ്കിൽ എന്റെ മരണശേഷം എന്റെ മൂത്ത കുട്ടിക്കാണ്, ഓന് പിന്നെ ഒരുപാട് പൈസ എനിക്ക് തന്നിക്കണം, നമ്മളെ നോക്കിയിട്ടുണ്ട്, കുട്ടികളെ കെട്ടിച്ചിക്കണം, അങ്ങനെ ആക്കിയാണ്, അതുകൊണ്ട് എന്റെ മരണശേഷം ഈ പെര ഇന്ന മോനക്കാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു അസ്ഥാനത്താണ്. ആ വസിയത്ത് ശരിയല്ല, അത് നടപ്പിലാക്കേണ്ടതില്ല, അത് അംഗീകരിക്കപ്പെടില്ല. എന്റേത് ലാ വസിയത്തിന് വാരിസ്, അനന്തര അവകാശിക്ക് വസിയത്തില്ല. അനന്തര അവകാശികൾക്ക് വസിയത്ത് ചെയ്യാൻ പറ്റൂല. വസിയത്ത് ചെയ്താൽ അതൊരു വെറുമ്പാക്കാണ്. അതിന് ഇസ്ലാമിന് വിലയുമില്ല. എന്തേ കാരണം? ഈ വസിയത്തിന്റെ വിഷയം തന്നെ വരുന്നത് മുതലിൽ അവകാശമില്ലാത്ത ആളുകൾക്ക് മുതൽ കിട്ടാനുള്ള ഒരു മാർഗമാണ്. അവന്റെ മുതലിൽ ഇസ്ലാമികമായി അവകാശം കിട്ടാത്തൊരു വ്യക്തിക്ക് ഇവനക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ എന്റെ മരണശേഷം എൻ്റെ ഈ സമ്പത്ത് കൊണ്ട് എൻ്റെ അനന്തരാവകാശികളല്ലാത്ത ചില ആളുകൾ ഉപകരിക്കണം എന്ന് അവൻ, അനന്തരാവകാശികളല്ലാത്ത പള്ളി ഒരു മദ്രസയൊക്കെ പെടും. അപ്പൊ എൻ്റെ അനന്തരാവകാശികളല്ലാത്ത ആളുകൾ എൻ്റെ മരണശേഷം എൻ്റെ മുതൽ കൊണ്ട് ഉപകരിക്കണം എന്ന ആഗ്രഹം വരുമ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ വസിയത്ത്. അനന്തരാവകാശികൾക്ക് ഈ വസിയത്ത് ചെയ്താലും ഓർക്ക് കിട്ടുമല്ലോ, അതാർക്കും തടയാൻ കഴിയില്ല. അനന്തരാവകാശികളുടെ അനന്തരം കിട്ടുന്ന ആർക്കും തടയാൻ കഴിയും. പാപ്പാക്ക് മോനോട് ഒരു ഇഷ്ടമില്ല, ആ മോനെ വാപ്പ കണ്ടിട്ട് തന്നെ ഇല്ല. അത് ഏതോ പിന്നെ ഒരു പെണ്ണിട്ടി, ആ പെണ്ണിന് മോനുണ്ടായി, അങ്ങനെ ആ പെണ്ണിനെ അയാൾ ഒഴിവാക്കി. പിന്നെ ആ പെണ്ണേറ്റും മോനേറ്റൊന്നും ബന്ധമൊന്നുമില്ല, അയാൾ മരിക്കുന്നത് വരെ വന്നില്ല.
മരിച്ചതിന്റെ ശേഷം ഈ മോൻ ഇങ്ങനെ പറഞ്ഞു എന്റെ വാപ്പന്നെയാണ് എനിക്കും മധുരം കൊടുക്കേണ്ടി വരും. അങ്ങനൊക്കെ അത്ര ഉണ്ടായിക്കണം. ചിലപ്പോ ഈ പെണ്ണ് ഇയാളെ എവിടുന്നേക്ക് പോയി പെണ്ണിട്ടുണ്ടാവും ആരും അറിയില്ല. പക്ഷെ ആ കുട്ടിക്ക് വാപ്പാണല്ലോ, അത് പറക്കാൻ ഇയാൾക്ക് വേറെ മക്കളുണ്ടാക്കൂല, ആ കുട്ടിക്ക് ഈ ഒരു വാപ്പല്ലേ ഉണ്ടാവുള്ളൂ, വേറെ വാപ്പ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഉണ്ടായി, അങ്ങനെ തർക്കമുണ്ടായി, ഞാൻ ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കാരണം ഇയാള് മരിച്ചതിന് ശേഷം ഇവിടെ ഓതിയുന്ന ഒരു കുട്ടീന്റെ വാപ്പന്നെയാണ്. ആ കുട്ടി തന്നെ അത്ഭുതപ്പെട്ടു. ഇവണ്ട് ഇങ്ങനെ വന്നിങ്ങനെ മരിച്ചിട്ട് അന്നും അങ്ങനെ വന്നിങ്ങനെ, മരിച്ചന്നും അങ്ങനെ വന്നിങ്ങനെ. അപ്പൊ അതിന്റെ മുമ്പിൽക്ക് ആർക്കും അറിയില്ല, ആർക്കും നിശ്ചയിച്ച ഇങ്ങനെ കുട്ടി ഉണ്ടായിരുന്നു, ആർക്കും നിശ്ചയിച്ച. അവൻ വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞ എന്താ, വാപ്പാന്റെ ഈ മരണാനന്തര ക്രിയയിലെ ഒരു വിഹിതം ഞാനും തരുന്നതാണ്. അബ്ജി ആരാടോ? ഞാൻ എന്റെ വാപ്പയാണത് പറ. ഈ മരണാനന്തര ക്രിയയിലെ ഒരു വിഹിതം ഞാനും തരും എന്ന് പറഞ്ഞു അവകാശവാദം ഉന്നയിച്ചിട്ടപ്പം വരണേ. ഇങ്ങനെ ഒരാള് നമ്മളെ വാപ്പാക്ക് ഇങ്ങനെ മോനില്ലല്ലോ, സ്വത്ത് കൊടുക്കേണ്ടി വന്നു. അത് സ്ഥിരപ്പെട്ടു, സ്വത്ത് കൊടുക്കേണ്ടി വന്നു. അപ്പൊ അത് കൊടുക്കേണ്ടി വരും, അത് കൊടുക്കാതിരിക്കാൻ കഴിയൂല. കാരണം അനന്തരാവകാശം എന്നുള്ളത് അന്ന് കണക്കാക്കിയതല്ലേ, ഇനി നമുക്ക് ഒരു തടസ്സം വെക്കാൻ കഴിയൂല. അത് സ്ഥിരപ്പെട്ടാൽ വാപ്പ ഇത് മോനാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്ത് കൊടുക്കേണ്ടി വരും, ഭാര്യയാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്ത് കൊടുക്കേണ്ടി വരും. അതിന് യാതൊരു, അതാണ് ഇപ്പൊ ചില കുട്ടികള് പിന്നെ അമ്മ മരിച്ചാല് വാപ്പാനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കൂല. കാരണം പെണ്ണ് സ്വത്ത് പോകുന്നു വിചാരിച്ചിട്ട് ഈ പെണ്ണിന് ഇത് കൊടുക്കേണ്ടി വരും, 4 കൊടുക്കേണ്ടി വരും, മക്കളുണ്ടെങ്കിൽ 4 പിന്നെ 8 കൊടുക്കേണ്ടി വരും. അപ്പൊ സ്വത്ത് പോകുന്നു വിചാരിച്ചിട്ട് ഈ വാപ്പാനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കൂല. എന്നിട്ട് വാപ്പ ഇങ്ങനെ ഇടങ്ങറായി നടക്കും, വാപ്പാനെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ഒരു ഭാര്യ ഉണ്ടാവുമ്പോ ഭാര്യനെ കൊണ്ട് നടക്കണമെന്നും വേറെ ആരെ കൊണ്ടും നടക്കൂല, അതെല്ലാവർക്കും അറിഞ്ഞതാണ്. ഇയാളെ കൊണ്ട് പെണ്ണെട്ടിച്ചാൽ അയാൾ സുഖമായിട്ട് ജീവിച്ചോളല്ലോ, അത് സമ്മതിക്കൂല. അത് സമ്മതിക്കാതെ അയാൾക്ക് ഇടങ്ങറാക്കും, ഇയാൾക്ക് വേണ്ടേ ചെയ്തു കൊടുക്കൂല. അങ്ങനെ ഭാര്യ നേരത്തെ മരിച്ചുപോയ ഒരുപാട് ആൾക്കാർ ദുരന്തത്തിലായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ദുരന്തത്തിലാവും. ഒരു ഭാര്യ ആവശ്യമുള്ള സമയം ജീവിതത്തിന്റെ തുടക്കത്തിലും അതുപോലെ തന്നെ ഒടുക്കത്തിലുമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ജീവിതം ഇങ്ങനെ കല്യാണങ്ങൾ കഴിഞ്ഞ ഉടനെയും പിന്നെ ആ മരിക്കാൻ നേരത്തുമാണ് ആരുടെ ആവശ്യം, ഏറ്റവും കൂടുതൽ ആവശ്യം ഭാര്യന്റെ ആവശ്യം. അതില്ലാതായാല് പ്രയാസമായി പോകും. അപ്പൊ ഏതായിരുന്നാലും ശരി, പറഞ്ഞു വരുന്നത് ഈ അനന്തര അവകാശികൾക്ക്, മകൻ അനന്തരാവകാശിയാണ്, ഭാര്യ അനന്തരാവകാശിയാണ്. ഇങ്ങനെ അനന്തര അവകാശികൾക്ക് വസിയത്ത് ചെയ്താൽ ആ വസിയത്തിന് ഇസ്ലാമിൽ യാതൊരു വാല്യൂ ഇല്ല. ഇന്ത്യൻ പിന്നെ സിവിൽ നിയമപ്രകാരം ഇല്ല വസിയത്ത്. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അതില്ല. അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്താൽ ആ വസിയത്തിന് യാതൊരു വാല്യൂ ഇല്ല. അപ്പൊ എന്റെ മരണശേഷം ഈ പെര എന്റെ ചെറിയ മോൻക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. അത് മരിച്ചതിന് ശേഷം ഞങ്ങൾ കൊടുക്കൂല എന്ന് മറ്റാൾക്കാർ പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. പാപ്പ അങ്ങനെ പറഞ്ഞിക്കണല്ലോ, അമ്മ അങ്ങനെ പറഞ്ഞിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അതിന് യാതൊരു വിലയില്ല. അനന്തരാവകാശികൾക്ക് കൊടുക്കാം, വസീയത്ത് ചെയ്യാതെ അനന്തരാവകാശികൾക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടതായി. അത് എത്രയും കൊടുക്കാം, മുഴുവനും കൊടുക്കാം, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നീതി പാലിക്കണം എന്നാണ്. മക്കൾക്ക് 100 റുപ്യ മൂത്തവന് കൊടുത്താല് 100 റുപ്യ കീപ്പട്ടുള്ളവന് കൊടുക്കണം. എഴുതിലു ബൈനൽ ഔലാദ്, മക്കളുടെ ഇടയിൽ നീതി പാലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മക്കളല്ലേ, ചില മക്കൾ നോക്കിയിട്ടുണ്ടാവും, ചില മക്കൾ നോക്കിയിട്ടുണ്ടാവില്ല. അതൊക്കെ ശരി. വേറെക്കുട്ടികൾക്ക് വസീയത്ത് ചെയ്യാം. വാപ്പാന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാല് അത് വാപ്പാക്ക് കടായിട്ട് ചെയ്യുമ്പോ വാപ്പ കടം വിട്ടണം. ഒരാൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോ അതിനിപ്പോ നമ്മള് എന്തെങ്കിലും ഒപ്പുണ്ടോ? അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണ ചെലവ് ഇവരിന്ന് മേടിക്കണമായിരിക്കാം. അല്ല, സിദ്ദീഖിന് മനസ്സിലായില്ലേ? വാപ്പാന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോ ഉത്തരവാദിത്തം എന്തോ ആവട്ടെ, ആ ഉത്തരവാദിത്തം മകൻ ചെയ്യുമ്പോ അത് വാപ്പന് കടക്കാരനാണെങ്കിൽ ഇവൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തതാണ്. ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തതിന് ഇപ്പൊ അവർക്ക് എന്തിനാ കൊടുക്കുന്നത്? അതൊക്കെ വേറെ ഒരു സ്വാഭാവികം മറ്റൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. ശരഈയായിട്ട് നമുക്ക് മസ്അല പറയുമ്പോൾ ബാപ്പ പെൻക്ക് കടം കൊടുക്കാണ്ടോ ഇല്ലേ അവിടെ നോക്കുള്ളൂ. മറ്റിപ്പോ എന്തൊക്കെ ചെലവാക്കിയിട്ടുണ്ടാവും, ബാപ്പാക്ക് ഓന് ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബാപ്പാക്ക് ചിലപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടാവും, ബാപ്പ മക്കൾക്ക് പെങ്ങന്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ബാപ്പാക്ക് ഇപ്പൊ ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കും, അത് പെൺകുട്ടികൾ വന്നാൽ ബാപ്പ ഇങ്ങനെ കൊടുക്കും. ഒക്കെ നമ്മൾ കാണുന്നതല്ലേ. എന്നിട്ട് അതൊക്കെ പോയി ഈടാക്കാൻ പറ്റുമോ? അതൊന്നും ഈടാക്കാൻ പറ്റില്ല. കടം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ബാപ്പ കുട്ടികളെ കെട്ടിച്ചതൊക്കെ ആരാണ്? ഇവനാണ് കുട്ടികളെ കെട്ടിച്ചത്. ഈ കുട്ടികളെ കെട്ടിക്കൽ ഇസ്ലാമിന് ഒരു ബാധ്യത ഇല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കി തീർത്തല്ലേ അത്. ഇസ്ലാമിന് കുട്ടികളെ കെട്ടിക്കൽ ബാധ്യത മഹർ ഇങ്ങോട്ട് മേടിക്കല്ലേ, ഒക്കെ ഇങ്ങോട്ട് മേടിക്കല്ലേ, ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ
കട ഉണ്ടെങ്കിൽ കൊടുക്കണം. കട ആണെങ്കിൽ അത് വാപ്പ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിന്റെ മോനക്ക് ഞാൻ കടം കൊടുക്കണില്ല എന്ന് വാപ്പ പറയണം. കടാണ് കടം വീട്ടണം. അത് മോൻക്കായിരുന്നാലും ശരി ഭാര്യക്കായിരുന്നാലും ശരി കടം വീട്ടണം. ഇപ്പൊ ഭാര്യന്റെ പണ്ടെടുത്തിരുന്നു. പണ്ടെടുത്തപ്പോ വാപ്പ പറഞ്ഞു ഇത് ഞാൻ ഓൾക്ക് കൊടുക്കാനുള്ളതാണ്, ഞാൻ കടക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ ആ പണ്ടം മാറ്റിയിട്ട് പണ്ടത്തിന്റെ പൈസ മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പണ്ടെടുത്താ പണ്ടം തന്നെ കൊടുക്കണം, പൈസ കൊടുത്താൽ പോരാ. അങ്ങനെ ചില ആൾക്കാർ ജീവിക്കലുണ്ട്. അത് അന്ന് പിന്നെ സ്വർണം ഞങ്ങൾ മേടിച്ചപ്പോൾ അന്ന് 10 കൊല്ലം മുമ്പ് സ്വർണത്തിന് 20,000 റുപ്യ ആയിരുന്നു. അപ്പൊ 20,000 റുപ്യന്റെ സമയത്താണ് നമ്മൾ എതിർത്തത് പണ്ടെടുത്തിട്ട് ഞാൻ അപ്പൊ തന്നെ വിറ്റിക്കണം. വലിയ വർത്താനം പറഞ്ഞാണ്. പണ്ടെടുത്തിട്ട് അപ്പൊ തന്നെ വിറ്റ് പൈസ ഒക്കെ ഉപയോഗിച്ചു. ഇപ്പൊ ഒരു പണ്ടം തന്നെ തരണമെന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാണ്. പണ്ടെടുത്താ പണ്ടം കൊടുക്കണം എന്നാണ് ഞാൻ. പണ്ടെടുത്താ പണ്ടം കൊടുക്കണം, പൈസ എടുത്താ പൈസ കൊടുക്കണം. പിന്നെ ആ ചങ്ങായിക്ക് പിന്നെ ആ പണ്ടം മേടിക്കണ്ടേ, ആഭരണം മേടിക്കണ്ടേ. 10 കൊല്ലം മുമ്പ് 10 പവൻ എടുത്താൽ ഇപ്പൊ പൈസ എത്ര ആയിട്ടുണ്ടാവും? അപ്പൊ പവനാണ് കടം കൊടുത്തെങ്കിൽ പവൻ കൊടുക്കണം, പൈസയാണെങ്കിൽ പൈസ കൊടുക്കണം. അപ്പൊ ഭാര്യന്റെ പണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് കടാണ്. അപ്പൊ അത് പിന്നെ ഭർത്താവ് അവരോട് പറയണം ഞാൻ കടക്കാരനാണ്. മറ്റു ഭാര്യ ഫ്രീ ആയിട്ട് കൊടുത്താൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഭാര്യ ഫ്രീ ആയിട്ട് കൊടുത്താൽ ചില വളവന്മാരായ ഭർത്താക്കന്മാരുണ്ട്, ചില പൊരുത്തപ്പെട്ട ആളെന്ന് അറിയാം. ഈ സാധുവിനെ അറിയാണ്ട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞില്ലേ. ആ ലോകത്തിന് 90% മലപ്പുറം ജില്ലയിൽ മാറി കൊടുക്കൂല. ഇപ്പൊ തുടങ്ങിയതാണ് മാറി കൊടുക്കൂല. മാറ് പറയില്ല. മാറ് പറഞ്ഞില്ലെങ്കിൽ നിക്കാഹ് ചെയ്യാവും. എന്നിട്ട് മാറ് പറയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിരിക്കുകയാണ് മാറോണ്ട് പൊരുത്തപ്പെട്ട ആൾട്ടാ, എന്നെ കൊണ്ടൊന്നും തരാൻ ആയിക്കോട്ടെ ഞാൻ പൊരുത്തപ്പെട്ടു. പിന്നെ ഈ പെണ്ണിന് ഒന്നും ഉണ്ടാവില്ല, മഹറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ തട്ടിപ്പ് നടത്തി നടക്കുന്നുണ്ടായി. അപ്പൊ അങ്ങനെ കേട്ടോ, അങ്ങനെ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വസീയത്തിന് യാതൊരു വാല്യൂ ഇല്ല. അനന്തരാവകാശികൾക്കുള്ള വസീയത്ത് ഇസ്ലാമിൽ അംഗീകരിക്കൂല. അതിന് യാതൊരു, അത് വെറും വാക്കാണ്. എന്റെ ഭരണശേഷം ഈ പരന്ന ആൾക്കാണ്. അമ്മാന്റെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാ ആഗ്രഹവും നിർവഹിച്ചു കൊടുക്കാൻ പറ്റൂല എന്ന് മറ്റൊരു വിലങ്ങ് തടിയാലും നിവൃത്തിയില്ല. മറ്റൊരു സമ്മതിച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. വിലങ്ങ് തടിയാലും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെയാണ്. അത് ആവശ്യമില്ല. അതിന്റെ തത്വമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു വസീയത്തിന്റെ ആവശ്യമില്ല. കാരണം ഇത് കിട്ടുമല്ലോ, അനന്തരാവകാശം കിട്ടുമല്ലോ. വസീയത്ത് എവിടുക്കാ വരുന്നത്? വസീയത്ത് അനന്തര സ്വത്തിൽ അവകാശമില്ലാത്ത ആളുകൾക്ക് എന്റെ സ്വത്ത് ഉപകാരപ്പെടണം. അതിന് ഇയാൾ അങ്ങനെ ആഗ്രഹിച്ച അതിന്റെ ഓപ്ഷനാണ്. അയാൾക്ക് മരിക്കോളം കൊടുക്കാൻ പറ്റൂല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം മരിക്കോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കൊന്നും ഉണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ആവശ്യമില്ലല്ലോ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്റെ സ്വത്ത് അനന്തരാവകാശികൾക്ക് മാത്രമല്ല വേറെ ചില ആൾക്കാർക്ക് കൂടി ഉപകാരപ്പെടണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ വേണ്ടേ? ഒരവകാശമില്ല. ദത്തുപുത്രന്റെ ഒരു അവകാശമില്ല, യാതൊരു അവകാശമില്ല. അല്ല, ദത്തുപുത്രനെ ഒരാളെടുത്ത് ഇങ്ങനെ വളർത്തിയെന്നല്ലാതല്ല. ദത്തെടുക്കാന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാന്നല്ല അതിന്റെ അർത്ഥമുള്ളൂ. അത് ദത്തെടുക്കാൻ പറ്റും. ഒരാളെ ദത്തെടുക്കാന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാന്നല്ല. നമുക്ക് ആരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ. ആ പുത്രന് ഒരു അവകാശമില്ല. ഓന്റെ മക്കളെ കാണാനും പറ്റൂല, ഒന്നും പറ്റൂല, ഒരവകാശമില്ല. അത്തരം വിഷയങ്ങളുടെ അവകാശമൊന്നുമില്ല. തബന്നി എന്ന് പറയുന്നത് പറ്റില്ല. കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന് അവകാശമൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് ദത്തുപുത്രൻ ഉണ്ടായിരുന്നു, സയ്യിദ് റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. ആ ദത്തുപുത്രൻ കല്യാണം കഴിച്ച സൈനബാബിനെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു. അതെന്തിനാണത്? അത് ദത്തുപുത്രന്റെ ഭാര്യനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്നുള്ളത് ലോകത്തിന് പഠിപ്പിക്കാനായിരുന്നു. ദത്തുപുത്രന്റെ ഭാര്യ മരുമകളല്ല. അതുകൊണ്ട് അവര് കല്യാണം കഴിച്ച് അവര് തലാക്ക് ചൊല്ലിയിട്ട് റസൂലുള്ളാഹി കല്യാണം കഴിച്ചിരുന്നു. സൈനബാബിയുടെ വിഷയമൊക്കെ അങ്ങനെ വലിയ കോലാഹലം ഉണ്ടായിരുന്നത് മക്കത്ത്. മകന്റെ ഭാര്യ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോലാഹലം ഉണ്ടായിരുന്നു. അത് മകനല്ല. അതുകൊണ്ട് അത് കല്യാണം കഴിക്കാം എന്ന് ലോകത്തിന് പഠിപ്പിക്കാനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചതെന്ന് ഹറജുൻ എന്ന് പറഞ്ഞ് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഴയുടെ കെടുതികളിൽ നിന്ന് നമ്മോട് ബന്ധപ്പെട്ടവരൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിശക്തമായ മഴയാണ്. പെയ്യുന്ന മഴയ്ക്ക് വലിയ തുള്ളികളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയൊക്കെ വെള്ളങ്ങളൊക്കെ നമുക്കും കുടുംബത്തിനും ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാക്കുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല ആളുകളും പല വിധേനയുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുകയാണ്. എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചായയും പലഹാരവും ഒരു സഹോദരൻ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഹാസിലാകാൻ വേണ്ടി നമ്മുടെ ഈ ക്ലാസ്സിന് നേർച്ചയാക്കിയതാണ്. അത് അദ്ദേഹത്തിനൊക്കെ ഹാസിലായി. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കൾക്കും സമ്പത്തിനൊക്കെ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, കടപ്പിലാകാതെ
ജല്ലജലാലുവായ അള്ളാഹു എല്ലാ അമലുകളും എപ്പോഴും നിർവഹിക്കുന്ന രൂപത്തിലായി റാഹത്തോടുകൂടെയുള്ള മരണം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുവോളം ആഫിയത്ത്, സിഹത്ത്, സലാമത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു എല്ലായിടത്തും ഹിഫ്ളും സലാമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളും നല്ലവരും വീട്ടിനും കുടുംബത്തിനും നാട്ടിനും രാഷ്ട്രത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന മക്കളാക്കി തരുമാറാകട്ടെ. റഹ്മാൻ റബ്ബ്, പട്ടിണി മൂലം മരണപ്പെടുന്ന ഫലസ്തീനികൾ ലോകത്ത് എവിടെയും അങ്ങനെ ഒന്നില്ല. പട്ടിണി മൂലം ചെറിയ ചെറിയ മക്കൾ എല്ലുന്തി പല്ലുന്തി കണ്ണുകൾ ആഴ്ന്നിറങ്ങി മനുഷ്യ പേക്കോലങ്ങളായി അത്ര അദാബിലാകുന്ന വിഷമിക്കുന്ന ഫലസ്തീനിലെ മക്കളെയും ഉമ്മമാരെയും സഹോദരന്മാരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ലോക മനസാക്ഷി ഒന്നും ചെയ്യാതെ, ഒന്നും പ്രതികരിക്കാതെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒന്നും പറയാതെ ഇങ്ങനെ മനുഷ്യന്മാരെ പട്ടിണിക്കെട്ട് കൊല ചെയ്യുന്ന ഒരു വിഭാഗം ഇസ്രയേലിനെയും അവരെ സഹായിക്കുന്നവരെയും അള്ളാഹു എല്ലാ നിലക്കും പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ വഖഫ് സ്വത്തുക്കളും മറ്റുമൊക്കെ പിടിച്ചടക്കി ലക്ഷദ്വീപിലെ ദ്വീപുകളൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ അവരെയൊക്കെ അള്ളാഹു എല്ലാ നിലക്കും പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലായിടത്തും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്ത്, സിഹത്ത്, സലാമത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. മരിച്ചുപോയ എല്ലാ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. السلام عليكم ورحمة الله.